മൈ ബ്യൂട്ടിഫുൾ സോൾസ് വെരി ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ് ഉണ്ട് ഫ്രം യുവർ ഹയർ സെൽഫ് ആൻഡ് വാട്ട് ഐ ക്യാൻ ഹിയർ ഇസ് യുവർ ഹയർ സെൽഫ് ഇസ് കോളിംഗ് യു. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മേജർ ലൈഫ് സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം, ഓർ മേജർ ലൈഫ് പർപ്പസ്, മേജർ ചേഞ്ച് നിങ്ങൾക്ക് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ എവ്രി സൈൻ ദാറ്റ് യു ആർ ഗെറ്റിംഗ്, നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ സൈനും നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അത് ലൈക്ക് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്, മിക്സ് ചെയ്യരുത് വേറെ കാര്യങ്ങളായിട്ട്. ഓക്കെ, സോ നിങ്ങളോട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ താല്പര്യങ്ങൾ, അതിലേക്കാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. സോ നിങ്ങൾ ഓരോ ഏഞ്ചൽ നമ്പേഴ്സ് കാണുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ സിങ്ക്രണസിറ്റീസും നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഡിവൈനിൽ നിന്ന് കിട്ടുന്ന, യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന എൻകറേജ്മെന്റ് ആയിട്ടാണ്. ഓക്കെ, ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു മേജർ ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ സ്വഭാവത്തിൽ, നിങ്ങൾ കാര്യങ്ങൾ എടുക്കുന്ന രീതിയിൽ ഒക്കെ നിങ്ങൾക്ക് വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒരു കൺഫർമേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. സോ ഈ സമയത്ത് എന്ത് സംഭവിക്കും, നിങ്ങൾ അത്രയും നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് എഫേർട്ട്ലെസ്ലി നിങ്ങൾക്ക് റിസൾട്ട് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, സോ ചില സമയത്ത് നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക് കൊടുക്കണം അല്ലെ. ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്ന് എക്സ്ട്രാ പുഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് അലൈൻഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ തോട്ട്സ്, ഇമോഷൻസ് റൈറ്റ് ആയിട്ടുള്ള പ്ലേസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഒരു ഹെൽത്തി ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് നിങ്ങൾ കൂടുതൽ അത് കണക്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ആൻഡ് നിങ്ങൾ കൂടുതൽ നിങ്ങളെയാണ് നിങ്ങളുടെ ഒരു സെന്ററിൽ വെക്കേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു മെയിൻ ക്യാരക്ടറായിട്ട്, മെയിൻ റോൾ നിങ്ങൾക്കാണ് കൊടുക്കേണ്ടത്. വേറൊരു കാര്യത്തിനോ വേറൊരാൾക്കോ അല്ല കൊടുക്കേണ്ടതോ. ഈവൻ നിങ്ങളുടെ ലൈഫിൽ വേറെ പല പല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കാണ്, ഓക്കെ, ഈ ഒരു പ്രശ്നം സംഭവിക്കുന്ന സമയത്ത് എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഞാൻ എന്തൊക്കെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. സോ നിങ്ങളൊരു പ്രശ്നത്തിലേക്കോ നിങ്ങളുടെ സിറ്റുവേഷനിലേക്കോ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണ്ട. ഓക്കെ, സോ യെസ്, നിങ്ങൾക്ക് സോൾവ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോവുക. ബട്ട് അതേസമയം നിങ്ങൾക്ക് എന്താണോ ഈ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ, ബിക്കോസ് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഇമോഷൻസ് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ കാര്യങ്ങൾ മെച്ചൂർഡ് ആയിട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇമോഷണലി നിങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആവുന്നുണ്ട്. ഓക്കെ, ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എക്സാക്ട്ലി നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ഒരു കൺട്രോൾ കിട്ടുന്നുണ്ട്. നിങ്ങൾക്കൊരു ബേസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ സംഭവിക്കുന്ന സമയത്തും നിങ്ങൾ ഇങ്ങനെ ആടി ഉലയുന്നില്ല അല്ലെ. സോ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ്, ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും അത് ഇമോഷണലി, ഫിസിക്കലി, മെന്റലി, എനർജറ്റിക്കലി ആണെന്നുണ്ടെങ്കിലും. റൈറ്റ്, സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ അതിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നിങ്ങളുടെ ശ്രദ്ധ ഈ ഒരു സമയത്ത് അത്രയ്ക്കും നിങ്ങളുടെ മേലെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സോ റിലേറ്റ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾക്കൊരു പ്രോപ്പർ പ്ലാൻ നിങ്ങളെ പറ്റി, ഓർ ഇറ്റ്സ് ലൈക്ക് നിങ്ങളെ കൂടുതൽ നോക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അപ്പിയറൻസ് എങ്ങനെയാണ്, നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ്, നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങൾ ഡീപ്പായിട്ട് റിയൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നമ്മൾ കണ്ണാടിയിൽ നമ്മളെ കാണുന്നത് പോലെ നിങ്ങൾ കൂടുതൽ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ആൻഡ് അവിടുന്നാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്, എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, സോ ഞാൻ കുറച്ചുകൂടെ എന്നെ ടേക്ക് കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് അത് ഗൈസ്, നിങ്ങളത് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് ഇങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട്, സോ ഐ നീഡ് ടു വർക്ക് വിത്ത് ദാറ്റ് അല്ലെ. സോ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള കുറച്ച് തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ എന്താണോ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ, നിങ്ങൾ ഇതുപോലെ കണക്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ടത്. സോ ചില ആളുകൾ നിങ്ങളെ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലേസിൽ കൊണ്ടുവെക്കുന്നതായിരിക്കാം, കുറച്ചുകൂടെ പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസിലേക്ക് നിങ്ങളെ കൊണ്ടുവരുത്തുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിന് സമാധാനം ഉണ്ടാക്കുന്ന ആളുകൾ, സറൗണ്ടിങ്, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. സോ അങ്ങനത്തെ ഒരു ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് തന്നെ അറിയാം, സിറ്റുവേഷൻ കാരണം ഓർ നിങ്ങളായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ടോ നിങ്ങൾ കുറച്ചുകൂടെ ഒരു സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. സോ നിങ്ങൾ അങ്ങനത്തെ ഒരു സമാധാനം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഈവൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ ഉണ്ടെങ്കിൽ പോലും ഒരു ഇന്നർ പീസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് അല്ലെ. സോ ചില കാര്യങ്ങളൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നുള്ളത്. നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ എന്താണോ നിങ്ങൾ ഒരുപാട് ഗിൽറ്റ് ആക്കിയിട്ടുള്ളത്, എന്താലോചിച്ചിട്ടാണോ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത്, ആ ഒരു ഫേസ് നിങ്ങൾ നാച്ചുറലി തന്നെ അല്ലെങ്കിൽ ഇമോഷണലി തന്നെ നിങ്ങൾ അവിടുന്ന് ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ട്. അങ്ങനത്തെ തോട്ട്സ്, അങ്ങനത്തെ ഒരു
പാറ്റേൺ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ രാത്രി ഇരുന്ന് ഒരുപാട് ചില കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കുകയാണ്, കരയാണ്. ബട്ട് നിങ്ങൾ തന്നെ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ കുറച്ചുകൂടെ പീസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ഉറങ്ങുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് അല്ലേ. സോ നിങ്ങൾക്ക് അവിടെ സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് നിങ്ങൾക്ക് അങ്ങനെ അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, റൈറ്റ്? ഇങ്ങനത്തെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ഒരു പ്ലേസ്, നിങ്ങൾ താമസിക്കുന്ന ഒരു സ്പേസ് നിങ്ങൾ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതൊക്കെ നിങ്ങൾക്കുള്ള ഒരു മെഡിറ്റേഷൻ ആണ്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ ആണ്. സോ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും പോയിരുന്ന് വെറുതെ ഇരിക്കുന്നത് മാത്രം എന്നുള്ളതല്ല, ധ്യാനിക്കുന്നത് മാത്രം എന്നുള്ളതല്ല നിങ്ങളുടെ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് സമാധാനം തരുന്ന പ്ലേസിൽ നിങ്ങൾക്ക് പോയിരിക്കാൻ പറ്റുന്നതായിരിക്കാം, എന്നിട്ട് ആ ഒരു സറൗണ്ടിങ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓർ ചില ആളുകൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സറൗണ്ടിങ് അറേഞ്ച് ചെയ്തു വെക്കുക, റീഅറേഞ്ച് ചെയ്തു വെക്കുക, ഒന്നുകിൽ അത് നീറ്റ് ആയിട്ട് വെക്കുക. ഓക്കെ, ആൻഡ് ആ ഒരു പ്രവൃത്തിയിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആവുക, മനസ്സ് ശരീരം എല്ലാം ആ ഒരു ക്ലീനിങ് പ്രോസസ്സിൽ അല്ലെങ്കിൽ ആ ഒരു അറേഞ്ചിങ് പ്രോസസ്സിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ചില ആളുകൾ ഓൾറെഡി അത് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കം ശരിയാവുന്നത്, നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസ്ഡ് ആവുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് തന്നെ അത്ഭുതം ഉണ്ടായിരിക്കാം. സോ എന്താണ് പെട്ടെന്നൊരു ഷിഫ്റ്റ് എനിക്ക് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മാറ്റം. ഇന്ന് കുറച്ച് സമയം വരെ ഞാൻ കുറച്ച് ഡൗൺ ആയിട്ടിരുന്നു, പെട്ടെന്ന് എനിക്ക് ആ ഒരു എനർജറ്റിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ആക്ഷൻ, അതിന് തൊട്ട് മുന്നുള്ള ഒരു ആക്ഷൻ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ഹെൽത്തി ഇമോഷൻസിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾ ചെയ്യുന്ന ചില ആളുകൾ നിങ്ങളുടെ ഏറ്റവും നല്ലൊരു മെഡിറ്റേഷൻ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഇതുപോലെ നിങ്ങൾ ചെയ്യുന്ന സെൽഫ് കെയറോ നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ നിങ്ങൾ വരുത്തുന്ന ചില മാറ്റങ്ങളോ ഒക്കെയാണ്. നിങ്ങൾ എൻഗേജ്ഡ് ആവുന്ന പ്രവൃത്തികളാണ്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്കൊരു ഡിവൈൻ കോൾ ഉണ്ടാവുന്നത്, ഡിവൈൻ എന്തിലേക്കാണ് നിങ്ങളെ ഫോക്കസ് ചെയ്യണം എന്ന് പറയുന്നത്. യെസ്, ഈ ഒരു പാസ് നിങ്ങൾ ഒറ്റയ്ക്ക് എടുക്കേണ്ട യാത്രയാണ്, ഒറ്റയ്ക്ക് വരേണ്ട ഒരു യാത്രയാണ്, ബോൾഡ് ആയിട്ട് വരേണ്ട യാത്രയാണ്, അവർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു യാത്രയാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകൾ ആയിക്കൊള്ളണമെന്നില്ല നിങ്ങളുടെ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ആദ്യം മുന്നേ നടക്കുക, ആൻഡ് നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പിറകെ നടക്കും. ആൻഡ് നിങ്ങൾ കോൺഫിഡന്റ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കോൺഫിഡന്റ് ആയിട്ട് വരണോ അതൊക്കെ കോൺഫിഡന്റ് ആയിട്ട് വരും. നിങ്ങൾ ധൈര്യമായിട്ട് ലൈഫ് ലീഡ് ചെയ്യുന്ന സമയത്ത് ബിഹൈൻഡ് എന്തൊക്കെ കാര്യങ്ങൾ ധൈര്യമായിട്ട് വരണോ അതൊക്കെ അവിടെ ധൈര്യമായിട്ട് വരും. നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുന്ന സമയത്താണ് ബാക്കിയുള്ള ആളുകൾ അവിടെ ആക്ഷൻ എടുത്ത് തുടങ്ങുക. ഓക്കെ, നിങ്ങൾ മാറുന്ന സമയത്താണ് ബാക്കിയുള്ള ആളുകൾ കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുക. ഈ ബാക്കിയുള്ള ആളുകൾ എന്ന് പറയുന്നത് അത് വ്യക്തികളായിരിക്കാം, നിങ്ങളുടെ ചില ആഗ്രഹങ്ങളായിരിക്കാം, നിങ്ങളുടെ ചില ആക്ടിവിറ്റീസ് ആയിരിക്കാം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്തുമായിരിക്കാം. ഓക്കെ, ബട്ട് അങ്ങനത്തെ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ, കോൺഫിഡന്റ് ആയിട്ടുള്ള ആക്ഷൻ ചില ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ എന്തായാലും ഗിവ് അപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എന്തായാലും മുന്നോട്ട് നടക്കാണ്, അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഈ ഒരു കാര്യം ഫേസ് ചെയ്യാൻ പോവാണ് എന്നുള്ള ആ ഒരു കരേജ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് അതാണ് നിങ്ങളെ മുന്നോട്ട് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അതാണ് അതായത് ഈവൻ നിങ്ങളുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ അത് റൈറ്റ് പ്ലേസിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഫോക്കസ് ചെയ്യാൻ, ബട്ട് റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങളൊന്നും മാറ്റി വെക്കുന്നുണ്ടായിരിക്കില്ല, ബട്ട് ഓക്കെ ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്, ബിക്കോസ് ഇവിടെയാണ് എനിക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുക. സോ നിങ്ങൾ ഈ ഒരു സമയത്ത് ഫോക്കസ് ചെയ്യേണ്ടതും എന്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുത്താലാണോ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുക എന്നതിലേക്കാണ്. ഓക്കെ, നിങ്ങൾ ഒരാളും ഹെൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇറ്റ്സ് ലൈക്ക് ഓക്കെ കുറച്ച് സമയം വരെ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങൾ മാത്രം അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ലൈഫിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നിങ്ങൾ ഒരാളും എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ കുറെ കാലം നിങ്ങൾ വിചാരിച്ചു ആരൊക്കെയോ നിങ്ങൾ വന്ന് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു മിറാക്കിൾ സംഭവിക്കും തന്നെ, പ്രത്യേകിച്ച് ഒരു ആക്ഷൻ എടുക്കാതെ തന്നെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുള്ളത് നിങ്ങൾ വിശ്വസിച്ചു. നിങ്ങൾ മേ ബി നിങ്ങളുടെ ആക്ഷനും നിങ്ങളുടെ ഒരു ഇമോഷൻസും നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷനും അങ്ങനെയാണ്. ബട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ പോവാണ്. ഇറ്റ്സ് ലൈക്ക് ഞാൻ
പണ്ട് എങ്ങാനോ കഥാപുസ്തകത്തിൽ വായിച്ചുള്ള ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരാള് ഒരുപാട് മരങ്ങള് അല്ലെങ്കിൽ ഒരുപാട് മുളകളൊക്കെ ഉള്ള ഒരു പ്ലേസിൽ ഒരു ഐലൻഡിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്. സോ ഹി തോട്ട് ആരെങ്കിലും വന്ന് അയാളെ രക്ഷിക്കായിരിക്കും എന്ന് വിചാരിച്ചു. കുറേ കാലം അയാൾ അങ്ങനെ തന്നെ നിന്നു. അങ്ങനെ രക്ഷപ്പെടേണ്ട കാര്യങ്ങളൊക്കെ അയാൾ നോക്കി, വെറുതെ ഇരുന്നു, ആലോചിച്ചിരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അതിലേ വരും എന്ന് വിചാരിച്ചിരുന്നു. ആൻഡ് ഫൈനലി അയാൾ എന്ത് ചെയ്തു? ഉള്ള മരങ്ങളൊക്കെ ഉള്ള മുളകളൊക്കെ അയാൾക്ക് പറ്റുന്നത് പോലെ പെറുക്കി കൂട്ടി കെട്ടി ഒരു വള്ളം ഉണ്ടാക്കി അതിൽ അയാൾ രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നിങ്ങളുടെ ലൈഫിൽ എക്സാക്ട്ലി അങ്ങനെയാണ് സംഭവിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സമയത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗ്യാദർ ചെയ്ത് നിങ്ങൾ അവിടുന്ന് ഓക്കെ, ഞാൻ ഇനി ഇവിടുന്ന് എണീറ്റ് വരണം, അത് എൻ്റെ ഒരു ആവശ്യമാണ്, എൻ്റെ ഒരു ആഗ്രഹമാണ്, എനിക്കാണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള ആ ഒരു തിരിച്ചറിവ്. നമ്മൾ ആ ഒരു സ്റ്റോറി വായിക്കുന്ന സമയത്ത് നമ്മൾ പണ്ട് ബാലരമയിലൊക്കെ കഥ വായിക്കുന്ന സമയത്ത് ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് അല്ലെ. ഈവൻ നമ്മളൊരു കഥയായിട്ട് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഇമാജിനേഷനിൽ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, വിഷ്വൽസ് ഉണ്ട് അല്ലെ. സോ ചില പ്ലേസ് മേ ബി ആ പിക്ചറിന് നമ്മൾ കണക്ട് ചെയ്യുന്നതായിരിക്കാം. സോ നിങ്ങളുടെ ലൈഫ് എനിക്ക് അങ്ങനെയാണ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് അത്രയും ഒരു എന്താ പറയാ, ഇറ്റ്സ് ബിയോണ്ട് സംതിങ് ദാറ്റ് വി ക്യാൻ ഇമാജിൻ. സോ അത്ര ചില കാര്യങ്ങൾ, അത്ര ഒരു കൗതുകം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്, അത്ര ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ, നിങ്ങൾ എടുക്കുന്ന മാറ്റങ്ങൾ ഈ ഒരു ടൈമിൽ. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെയാണ് കാര്യങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. ആൻഡ് സി അത് വളരെ ഒരു ഇൻസ്പിറേഷനാണ് അല്ലെ. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക, എന്നിട്ട് നമ്മൾ രക്ഷപ്പെടാൻ ട്രൈ ചെയ്യുക, അവിടുന്ന് എല്ലാ ചാലഞ്ചസും നമ്മൾ ഓവർകം ചെയ്ത് നമ്മൾ രക്ഷപ്പെടുക എന്ന് പറയുന്നത് അല്ലെ. സോ അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ഇമോഷണൽ കണ്ടീഷൻ ആണ്, ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ഹാബിറ്റ് ആണ്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ചില ഹാബിറ്റ്സിൽ നിങ്ങൾ സ്റ്റക്ക് ആണ്. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാബിറ്റ്സ് ആണ്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല, ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല, ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ടായിരിക്കണം. മേ ബി ലൈക്ക് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഒരു മെന്റൽ കണ്ടീഷൻ ആയിരിക്കാം. ഓക്കെ, സോ ഇമോഷണൽ മെന്റൽ കണ്ടീഷൻ ആയിരിക്കാം. ചില ആളുകൾ അങ്ങനത്തെ ഒരു സ്ട്രഗിൾ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള ആളുകളായിരിക്കാം. ഓക്കെ, മേ ബി ലൈക്ക് അവർ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ എന്നുള്ളതല്ല, ബട്ട് ചില ആളുകൾ നമ്മുടെ ലൈഫിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും അല്ലെ. സോ ചിലത് ലൈക്ക് നിങ്ങൾക്ക് ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരു ടൈം വരെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുള്ള ആളുകളുടെ കൂടെ ആയിക്കൊള്ളണമെന്നില്ല ഇനി നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് സമയത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഒന്നുകിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു വഴിയിൽ കൂടെ അവിടെ പുതിയ ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അവിടെ വേറെ ആളുകളായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ബട്ട് എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ യാത്ര അവിടെ കണ്ടിന്യൂ ചെയ്തു പോകും. എക്സാക്ട്ലി. ഓക്കെ, സോ ഈ ഒരു സമയം നിങ്ങളെ കോൾ ചെയ്യുന്നത് ഈ ഒരു ഓ മൈ ഗോഡ്, ദിസ് ഇസ് എ പവർഫുൾ മെസ്സേജ്. നിങ്ങൾക്കറിയാം ഈ ഒരു സമയത്ത് നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഇറ്റ്സ് ലൈക്ക് എക്സാക്ട്ലി നിങ്ങളൊരു ഫാന്റസി വേൾഡിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, നിങ്ങളൊരു സിറ്റുവേഷനിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, നിങ്ങളൊരു മെന്റൽ സിറ്റുവേഷനിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, നിങ്ങൾ ചില കാര്യത്തിൽ നിങ്ങൾ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ബട്ട് ഗൈസ് നിങ്ങൾ തന്നെയാണ് അവിടുന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളാണ് അവിടുന്ന് ഇൻസ്പയറിംഗ് ആയിട്ട് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത്, നിങ്ങളെ ലീഡ് ചെയ്യേണ്ടത്. ആൻഡ് യു ഹാവ് ഓൾ ദ ഫ്രീ വിൽ ഫോർ ദാറ്റ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഹയർ കോളും അതിനു വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളെ വിളിക്കുന്നത് ആ ഒരു കാര്യത്തിനാണ്. വരൂ, ഇതിലേക്ക് എൻഗേജ്ഡ് ആവൂ, അല്ലെങ്കിൽ ഇതിലേക്ക് ശ്രദ്ധിക്കൂ എന്നുള്ളത്. ആൻഡ് നിങ്ങൾ ഒരു പ്ലേസിൽ നിന്ന് മൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് എസ്പെഷ്യലി നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ ഒരു പ്ലേസിൽ സ്റ്റക്കാണ്, ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ്, ചില ആളുകളുടെ അടുത്ത് നിങ്ങൾ സ്റ്റക്ക് ആണെന്നുണ്ടെങ്കിൽ നോ, യു ഹാവ് ടു മൂവ് ഓൺ. ഓക്കെ, ബിക്കോസ് നിങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് എസ്പെഷ്യലി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലേസിൽ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് അവിടുന്ന് എനിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു തോട്ടിൽ നിന്ന് എനിക്ക് പോകാൻ പറ്റില്ല, ഇതെനിക്ക് വിട്ടുകളയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്യുക. ആ ഒരു സമയത്താണ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ഇനി എന്താണെന്നുള്ളത്, ഈ ഒരു സിറ്റുവേഷന് നെക്സ്റ്റ് എന്താണെന്നുള്ളത് അൺഫോൾഡ് ചെയ്ത് തരുള്ളൂ. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യാം, അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഇത് നിങ്ങൾക്ക് എത്രമാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ പറയാൻ മറക്കരുത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു അഫർമേഷൻ എന്ന് പറയുന്നത് ഐ എം മെന്റലി, ഫിസിക്കലി, ഇമോഷണലി, എനർജറ്റിക്കലി കണക്ടിങ് വിത്ത് മൈ ഹയർ സെൽഫ് ഓർ അലൈനിങ് വിത്ത് മൈ ഹയർ സെൽഫ്. സോ റിപ്പീറ്റ് ചെയ്യുക ഈ അഫർമേഷൻ, ബിക്കോസ് അത് കേൾക്കുന്ന ഓരോ ആളുകൾക്കും നിങ്ങൾ ആ ഒരു ഇന്റൻഷൻ അവരുടെ ഉള്ളിൽ സീഡ് ചെയ്യാണ്. ഓക്കെ, സോ നിങ്ങളും ഒരുപാട് ആളുകളെ ഇൻസ്പയർ ചെയ്യാണ്. സോ ഐ എം മെന്റലി, ഫിസിക്കലി, ഇമോഷണലി, എനർജറ്റിക്കലി aligning with my higher self, connecting with my higher self, working with my higher self.